ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സൺഡേ വ്ളോഗും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു Q&A സെഷനുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികളും അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കണം എന്ന് താല്പര്യമുള്ള കുട്ടികളൊക്കെ ഒരുപാട് എൻക്വയറീസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ക്ലിയർ ചെയ്യാം. ഇന്ന് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശയാണ്. പക്ഷേ എനിക്ക് എണീക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ബ്രെഡും ബട്ടറും എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അതാണ് കഴിച്ചത്. ഭയങ്കര മടിയായിരുന്നു എണീക്കാൻ. ഫുഡ് ശരിക്കും നമ്മൾ എവിടെ നിന്ന് കഴിക്കണം എന്ന് വെച്ചാൽ മെസ്സാൾ തന്നെ കഴിക്കണം. പക്ഷേ നമ്മളിപ്പോൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു, ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമുക്ക് നമ്മളുടെ റൂമിൽ കൊണ്ടുവന്ന് കഴിക്കാം. പിന്നെ ബ്രെഡൊക്കെ നമ്മൾ റൂമിൽ നിന്ന് കഴിച്ചാൽ വലിയ പ്രശ്നമൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നും പറയാറൊന്നുമില്ല ബ്രെഡ് കൊണ്ടുവരുന്നതിന്. മെയിൻ ഫുഡ് കൊണ്ടുവരുമ്പം വഴക്ക് പറയും. എക്സാമൊക്കെ കഴിഞ്ഞ് ഒന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പുള്ളോത്തി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസിന് ഈ റൂം തന്നെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസിന് ഈ റൂമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കമ്പ്യൂട്ടർ സയൻസിലെ കുട്ടികളൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. മുടിപ്പോൽ എനിക്ക് തോന്നുന്നത് അവർക്ക് വേറെ ഹോസ്റ്റലായിരിക്കുന്നതാണ്. അപ്പോൾ വെള്ളം നിറക്കാൻ വേണ്ടി പോകുമായിരുന്നു ബോട്ടിലിൽ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ചോദിച്ച് നമുക്ക് എന്തെങ്കിലും ചിപ്സോ അങ്ങനെ ഐസ്ക്രീമോ അങ്ങനത്തെ എന്തെങ്കിലും കഴിച്ചാലോ. ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ GPay മാത്രമേ എടുക്കുള്ളൂ. അതായത് നമ്മൾ ഹോസ്റ്റലിൻ്റെ ഉള്ളിലുള്ള ഷോപ്പ് തന്നെയാണ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ഷോപ്പാണത്. അപ്പോൾ ഇതാണ് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളൊരു കൗൺസിലിംഗ്